ഹായ് ഹലോ നമുക്കിന്ന് ചിക്കൻ കറി വയ്ക്കാം കേട്ടോ. അതിനായിട്ട് 1.5 കിലോ ചിക്കനും അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പൊടിക്കാത്ത മസാല കൂട്ടെടുത്ത് അത് കഴിഞ്ഞിട്ട് 2 തക്കാളി അരിഞ്ഞത്, അതുപോലെ ഒരു 8 പച്ചമുളക്, 20 വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഇഞ്ചി നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ സാധാരണയായി എല്ലാ കറികളും വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എനിക്ക് വേറെ ഓയിൽസൊന്നും അത്ര ഇഷ്ടമല്ല. അതുപോലെ 1 കിലോ കൂടുതൽ ചിക്കനൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ അടുപ്പത്താണ് വെക്കാറുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിക്കൻ കറി വെക്കുന്നതിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും ചില സമയത്തൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും വഴണ്ട് വന്ന ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളി ആദ്യം ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് ചിക്കൻ മസാല, ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെതാണ് ചേർക്കാറ്, അത് 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ കളർ മാറുന്ന സമയത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത്ര ചിക്കൻ കറിയൊന്നും വെക്കുന്ന ആളല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അത്രയും കുറച്ച് കൂടി നന്നായിട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് ഇതുപോലെ നന്നായിട്ട് കുക്കായി വരണം. ഞാൻ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. എനിക്ക് വെള്ളം ഇഷ്ടമല്ല കേട്ടോ. കുറച്ചും കൂടെ ഗ്രേവി വേണമെന്ന് തോന്നുമ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതാ ഇത്രയും കുക്കായി വരുന്ന സമയത്ത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത ശേഷം നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ചിക്കനിലെയും എല്ലാ ഇൻഗ്രീഡിയൻസിലെയും നീരിറങ്ങിയിട്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ടിട്ട് 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച ശേഷം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ.